What's up guys? Welcome back to my YouTube channel. So കഴിഞ്ഞ മാസം ഞാൻ മുങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇൻഫോർമേറ്റീവ് സീരീസുമായിട്ട്. സോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ് ഇൻഫോർമേറ്റീവ് സീരീസ്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് കോമൻസ് ആയിട്ടാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ആയിട്ടാണെങ്കിലൊക്കെ വന്നതാണ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി അറിയോ, അല്ലെങ്കിൽ നഴ്സിങ്ങിനെ പറ്റിയിട്ട് എന്താണ് അറിയാവുന്നത്, അല്ലെങ്കിൽ ജർമ്മനിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനത് ഇതുവരെ ചെയ്യാത്തതിന് കാരണം ഒത്തിരി വീഡിയോസ് ഓൾറെഡി പല യൂട്യൂബ് ചാനൽസ് ഇതിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനായിട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ഇത് തോന്നിയില്ല. ബട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിന് കാരണം കുറച്ചും കൂടെ റിയാലിറ്റി ആയിട്ട്, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട്, ഒതൻറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതായത് റിയാലിറ്റി ഓഫ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട്, ജർമ്മനീനെ പറ്റിയിട്ട്, ജർമ്മനിയിൽ ഫേസ് ചെയ്യുന്ന അസൂബീസ് ഫേസ് ചെയ്യുന്ന, അതായത് ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട്, ക്രിസ്പായിട്ട്, ഷോർട്ടാക്കി ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സീരീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ, അതായത് ഒരു 2 to 3 വീഡിയോസിൽ ഞാനിത് അവസാനിപ്പിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് റിക്വയർമെൻറ്റ്സ് ഓഫ് ഹൗസ് ബിൽഡിംഗ് ആണ്. സെക്കൻഡ് വീഡിയോ റിയാലിറ്റി ഓഫ് ഹൗസ് ബിൽഡിംഗ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, റിയാലിറ്റി ഓഫ് ഹൗസ് ബിൽഡിംഗ്. ആൻഡ് തേർഡ് വീഡിയോ ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിനെയും, പിന്നെ ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിനെ പറ്റി ഒരു ഇൻ്റർവ്യൂ, പിന്നെ അവരുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ടൂർ, പിന്നെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ടൂർ, പ്ലസ് അവരുടെ ഒരു ഇൻ്റർവ്യൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഇൻഫോർമേറ്റീവ് സീരീസ് ആണ്, ഓൾ അബൌട്ട് ഹൗസ് ബിൽഡിംഗ്. പ്ലസ് നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ബോണസ് ആയിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്ത് വരാം എന്നും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏജൻസി എന്ന ഫാക്ടർ നമുക്കിവിടെ ഒഴിവാക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഷോർട്ടാക്കിയിട്ട് ഞാൻ വലിച്ചു നീട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ പറയാം. സോ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ആണ്, ഹൗസ് ബിൽഡിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇപ്പോൾ വന്നിപ്പോൾ ജർമ്മനിക്ക് ഒത്തിരി സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ബട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് 18+ ഏജ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെയുള്ള ജർമ്മൻസിന് അത് വിഷയമല്ല കേട്ടോ. അവർക്കിപ്പോൾ 17 വയസ്സിലും 16 വയസ്സിലൊക്കെ അവർ ഹൗസ് ബിൽഡിങ്ങിന് കയറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് നമുക്ക് 18 വയസ്സാവണം. ഓക്കെ, ബട്ട് അത് കഴിഞ്ഞിപ്പോൾ 30 വയസ്സിൽ ചെയ്യാവോ, 25 വയസ്സിൽ ചെയ്യാവോ, ഹൗസ് ബിൽഡിങ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓഫ് എയ്ഡ് ആൻഡ് ഫാൾ, ഓഫ് കോഴ്സ് ചെയ്യാം. ഇവിടെ പ്രായം ഒരു വിഷയമല്ല. നമ്മൾ മിനിമം ഏജ് റിക്വയർമെൻറ്റ് നമ്മൾ എന്താ പറയുക, മിനിമം ഏജ് റിക്വയർമെൻറ്റ് നമ്മൾ ആ ഒരു കടമ നമ്മൾ കടന്നിരിക്കണം. അതായത് 18 വയസ്സാവണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഏജിൽ നമുക്ക് വരുന്നൊരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് നമുക്ക് 12th എഡ്യൂക്കേഷൻ, അതായത് 12th സ്റ്റാൻഡേർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ഏത് സ്ട്രീം വേണമെങ്കിലും ആവാം. നമ്മുടെ നാട്ടിൽ സയൻസ് സ്ട്രീം കഴിഞ്ഞവർക്ക് മാത്രമാണ് നഴ്സിങ്ങിന് ചേരാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ അതൊരു വിഷയമല്ല. കോമേഴ്സും ഹ്യൂമാനിറ്റീസും സയൻസും പഠിച്ചവർക്കൊക്കെ നഴ്സിങ്ങിന് ചേരാവുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ലാംഗ്വേജ്. നഴ്സിങ്ങിന് ചേരാൻ നേരത്തെ നമുക്ക് B1 ഓക്കെ ആണ് കേട്ടോ. B1 വെച്ചും വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നഴ്സിങ്ങിന് കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് B2 എടുക്കാം. ബട്ട് ഏറ്റവും നല്ലത് നാട്ടിൽ നിന്ന് B2 കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതിനൊത്തിരി റീസൺസ് ഉണ്ട്. ഫസ്റ്റ് തിങ്, ഇവിടെ B2 എക്സാം എഴുതാൻ പൈസ കൂടുതലാണെന്ന് വെച്ചാൽ നമ്മളിവിടെ സ്റ്റൈഫൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിവിടെ കിട്ടുന്ന ആ ഒരു പൈസയിൽ നിന്നാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. B1 ഈസ് ഓൾസോ ഓക്കെ, B1 വെച്ചും വരാം. നഴ്സിങ്ങിനെ പറ്റി പറയുമ്പോൾ നഴ്സിങ്ങിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒരു BFD അല്ലെങ്കിൽ FSJ, ബുണ്ടസ് ഫ്രൈവിലിഗൻ ഡീൽസ് എന്നാണ് BFD പറയുന്നത്. BFD അല്ലെങ്കിൽ FSJ പോലത്തെ പ്രാക്ടിക്കൽ, അതായത് സോഷ്യൽ സർവീസ് പോലത്തെ ജസ്റ്റ് നഴ്സിങ്ങിന് മുന്നേ പ്രാക്ടിക്കൻ്റ് എന്നാണ് നമ്മളെ തന്നെ പറയുക. ഇത് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതായത് എങ്ങനെയാണ് ഒരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹോസ്പിറ്റൽസിലും ഉണ്ട്, ഹോസ്പിറ്റലിലും എങ്ങനെയാണ് ഒരു നഴ്സിൻ്റെ ഒരു മിനി വേർഷനായിട്ട് നമുക്കൊരു കൊല്ലം അല്ലെങ്കിൽ ഒരു 6 month ഒക്കെ വർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നഴ്സിങ്ങിന് കയറാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒത്തിരി പേര് ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് വരുന്നുണ്ട്. ഐ പേഴ്സണലി സജസ്റ്റ് BFD അല്ലെങ്കിൽ FSJ ചെയ്ത് ഡയറക്റ്റ് അത് ചെയ്തിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതാണ്
നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമുക്കൊരു ഐഡിയ കിട്ടും അത് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നുള്ളതൊക്കെ ഞാൻ സെക്കൻഡ് എപ്പിസോഡിലാണ് ഞാൻ പറയുക. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ലാംഗ്വേജിൻ്റെ കാര്യമാണ്. ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ നാട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും B2 പഠിച്ച് വന്നാൽ പോലും, എന്തിന് C1 പഠിച്ച് വന്നാൽ പോലും ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഡയലക്റ്റായിട്ട് നമുക്ക് ഒത്തുപോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്നത് സാർലാൻഡിലാണ്. സാർലാൻഡുകാർക്ക് ഒരു സാർലാൻഡിഷ് ഡിയലക്റ്റ് ഉണ്ട്. ഡിയലക്റ്റ് എന്നാണ് ജർമ്മനിൽ പറയുക. ഒരു ഡിയലക്റ്റ് ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പഠിക്കണം എന്നില്ല. സത്യം പറഞ്ഞാൽ സാർലാൻഡിഷ് ഡയലക്റ്റ് അത്ര നല്ല ഡയലക്റ്റ് അല്ല. ബട്ട് നമുക്ക് പറയുന്നൊന്നും മനസ്സിലാവില്ല. ഡയലക്റ്റൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കാസർഗോഡ് ഭാഷ, കോഴിക്കോടൻ ഭാഷ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ഇതുണ്ടാവും. ഒന്നാമത് ജർമ്മൻ ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ ഇവരായിട്ട് കുറച്ച് പൊടിക്കൈകൾക്കിട്ട് കുറച്ച് ഡയലക്റ്റും കൂടെ ചേർക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ പഠിച്ചതേ ആയിരിക്കില്ല ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഭാഷയും കൂടെ അറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവിടെ തന്നെ മാക്സിമം B1 B2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. പെട്ടെന്ന് കയറി പോരാനുള്ള തത്രപ്പാടിനിടയിൽ ചുടുവിൽ A1 ഏറ്റവും പാസ്സായി ഇവിടെ വരുന്നത് സത്യം പറഞ്ഞാൽ അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ. അത് മാസ്റ്റർ സ്റ്റുഡൻസിന് ഓക്കെ, അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവർക്കത് റിക്വയർഡ് ആയിട്ടില്ലെങ്കിൽ അവർ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ബട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിക്വയർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ റിക്വയർമെൻറ്റ്സിൽ ലാംഗ്വേജ് കഴിഞ്ഞാൽ നമ്മൾ ലാംഗ്വേജൊക്കെ പാസ് ചെയ്ത് നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ സെറ്റാക്കി നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് CV, ലേബൻസ്ലൗഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് CV നമുക്കറിയാം നമ്മുടെ കരിക്കുലം വിറ്റ, അതായത് അപ്പോൾ CV എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡീറ്റെയിൽസോ നമ്മൾ എന്താണ് പഠിച്ചത്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഹോബീസൊക്കെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് തന്നെയാണ് ലേബൻസ്ലൗഫ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ലേബൻസ്ലൗഫ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്ലസ് മോട്ടിവേഷൻ ലെറ്റർ. ഈ മോട്ടിവേഷൻ ലെറ്ററിൽ നമ്മളിങ്ങനെ ഇപ്പോൾ നഴ്സിങ്ങിനാണ് ഞാൻ പോകുന്നതെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് നഴ്സിംഗ്, എന്തുകൊണ്ട് ജർമ്മനി, എന്താണ് നിങ്ങൾക്ക് നഴ്സിംഗിലേക്ക് വരാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും. അത് ആ ലെറ്ററിൽ നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ എഴുതി വെക്കണം. ആ മോട്ടിവേഷൻ ലെറ്റർ കണ്ട് ഇവിടെ നമ്മളെ എടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ വരണം. യെസ്, ഇവരെ നമ്മൾ എടുക്കണം, അപ്പോൾ ഇവർ ഇമ്പ്രസ്ഡ് ആവണം എന്നുള്ളതാണ് മോട്ടിവേഷൻ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. മോട്ടിവേഷൻ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറയുന്ന അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ട് ജർമ്മനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ജർമ്മനി ശ്യാമസുന്ദര തിരകിടാരമായൊരു ഭൂമിയാണെന്നൊക്കെ ഞാൻ എഴുതി വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സോ അതാണ് മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷൻ ലെറ്റർ അത് മാത്രമല്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ നാട്ടിൽ പലതരത്തിലുള്ളവരുണ്ട്. ഇപ്പോൾ നാട്ടിൽ തന്നെ 1 month ഒക്കെ ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ അത് ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിൽ കയറുന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടാണെങ്കിൽ നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ട്, അതായത് ഒന്ന് ഓൾഡ് ഏജ് ഹോമിലൊക്കെ നിന്ന് പഠിച്ചിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനുണ്ട്. ബിക്കോസ് നാട്ടിലെ ഓൾഡ് ഏജ് ഹോം അല്ല ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോം. പിന്നെ കുറേ പേരൊക്കെ BFD FSC, അതായത് ഈ ഒരു പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കി നിർത്തി പോകുന്നവരുണ്ട്. ഹൗസ് ബിൽഡിങ്ങിന് ചേർന്ന് വെറുതെ സമയം കളയാതെ ഇത് ചേർന്നിട്ട് ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് മനസ്സിലാക്കി പോകുന്നവരുണ്ട്. സത്യം പറയാലോ, ബോത്ത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അത് ഞാൻ സെക്കൻഡ് വീഡിയോയിലായിരിക്കും പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ആർബൈറ്റ് ഗേബറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ഇവിടെ എന്താ പറയുക, ഒരു ലോക്കൽ ഗാർഡിയൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇവിടെ നമ്മളൊരു ലോക്കൽ ഗാർഡിയൻ, ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് ഇവിടെ ഉണ്ടാവുക നമ്മുടെ ആർബൈറ്റ് ഗവറായിരിക്കും. നമുക്ക് ജോലി തരുന്നത്, നമുക്ക് അന്നം തരുന്നത്, നമുക്ക് അന്നം തരില്ല, അന്നം വാങ്ങാനുള്ള പൈസ തരുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് ഇവിടെ ഒരു ആർബൈറ്റ് ഗേബർ. ആർബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി, ഗേബർ എന്ന് വെച്ചാൽ തരുന്ന ആൾ. അപ്പോൾ ലിറ്ററലി ജോലി തരുന്ന ആൾ, ആർബൈറ്റ് ഗേബർ. അപ്പോൾ ആർബൈറ്റ് ഗേബർ എവിടെ ഉണ്ടാവും. അപ്പോൾ ആർബൈറ്റ് ഗേബർ ആയിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊരു ആർബൈറ്റ് ഗേബറിനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ പലയിടത്തും നമുക്ക് ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ ഒരു ബോണസ് സംഭവമാണ് ഹൗസ് ബിൽഡിങ്ങിന് എങ്ങനെ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത്. കാരണം സീരിയസ്ലി ഞാൻ പറയട്ടെ ഗൈസ്, നമ്മൾ ഒത്തിരി പേര്, ആക്ച്വലി 95% സ്റ്റുഡൻസും ചിന്തിക്കുന്നത് ജർമ്മനി പോകണം,
ഹൗസ് ബിൽഡിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഏജൻസിയാണ്. ഏത് ഏജൻസി തന്നെ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുക, ഏത് ഏജൻസിയാണ് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, ഏറ്റവും വലിയ സ്ഥലത്ത് കൊണ്ടുപോവുക? നോ. ആദ്യം നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുക. ലാംഗ്വേജാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഹാഫ് അല്ല, യു ആർ ആക്ച്വലി 95% യു ആർ ഡൺ. ബിക്കോസ് ലാംഗ്വേജ് എന്നുള്ള കടമ്പ കടന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു താഴ്മയായ അപേക്ഷയാണ്. നിങ്ങൾ ഏജൻസിക്ക് പുറകെ പോവാതെ നിങ്ങൾ ലാംഗ്വേജ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാംഗ്വേജ് പഠിക്കാനും നിങ്ങൾ ആക്ച്വലി നല്ലൊരു ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഡെവലപ്പ് ആ ഒരു ലാംഗ്വേജ് ആ ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് എവറിത്തിങ് കംസ് സെക്കൻഡ്. എല്ലാം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ലാംഗ്വേജ് ബെസ്റ്റ് ആക്കാൻ നോക്കുക. അത് നിങ്ങൾ പക്കയാക്കുക. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് ഓക്കെ ആയി വരുമ്പോൾ നിങ്ങൾ ഏജൻസി കാര്യങ്ങൾ നോക്കും. ഫസ്റ്റായിട്ട് തന്നെ ഏജൻസി ആദ്യം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒത്തിരി ഏജൻസീസ് നാട്ടിലുണ്ട്. അപ്പോൾ ഞാനിവിടെ ജർമ്മനിയിൽ വന്ന് ഇവിടെ പഠിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഏജൻസിക്ക് പുറകെ പോവാതെ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് സെറ്റാക്കാൻ നോക്കുക. ഇതിപ്പോൾ ഒത്തിരി ഏജൻസീസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഒരു 1 lakh 2 lakh ഒക്കെ നമുക്ക് ഡെഡ് മണി ആയിട്ട് ഇവർ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഇവർ ഞാൻ ആക്ച്വലി ഡയറക്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് A1 തുടങ്ങുന്നതിന് മുന്നേ പ്രോസസ്സിങ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മതി. നോ, ഇറ്റ്സ് എ സ്കാം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരു രീതിയിലും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യില്ല. ദൈവത്തെ ഓർത്ത് ഏജൻസിക്കാർക്ക് തുടങ്ങുന്നതിന് മുന്നേ, അതായത് ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടാതിരിക്കുക. അതിന് മുന്നേ തന്നെ പൈസ 1-2 ലക്ഷം ഒന്നും കൊടുക്കാതിരിക്കുക. നിങ്ങൾ ലാംഗ്വേജിന് നിങ്ങൾ പൈസ കൊടുത്തോളൂ. ഓക്കെ, ദാറ്റ്സ് വർത്ത് ഇറ്റ്, ബിക്കോസ് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ബട്ട് ഒരിക്കലും ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിക്കും ഈ പൈസ പ്രോസസ്സിംഗ് ഫീ കൊടുക്കരുത്. ബിക്കോസ് നിങ്ങളുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യില്ല. ഇവിടെ സർട്ടിഫിക്കറ്റ് ഉള്ളവരുടെ പ്രോസസ്സിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കുറേ നേരം എടുക്കും. അപ്പോഴാണ് നിങ്ങൾ A1 തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഏജൻസിക്ക് 1-1.5-2 ലക്ഷം കൊടുത്ത്, ബിക്കോസ് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ എന്താ പറയുക, നമ്മൾ കഥകൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു അക്കാഡമിയുടെ പാർട്ടാണ്. സോ വി ആർ ഹിയറിങ് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസസും പേഴ്സണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ കേൾക്കുന്നതാണ്. ആക്ച്വലി ജർമ്മനിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ്, ഹൗസ് ബിൽഡിംഗ് ചെയ്യാനിരിക്കുന്ന സെർട്ടൈൻ എമൗണ്ട് ഓഫ് സ്റ്റുഡൻസും നമുക്ക് ചിലപ്പോൾ പല രീതിയിലായിരിക്കും നിങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ചിലർ ലോൺ എടുത്തിട്ടായിരിക്കും, ചിലരില്ലാത്ത പൈസ കൊടുത്തിട്ടായിരിക്കും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, അത് ആ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവുക. ആ പൈസ വെള്ളത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഏജൻസിയുടെ ഒരുമാതിരി അഡ്വർടൈസ്മെൻറ്റ്സിന് പോലെ ഫാൾസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിന് പുറകെ പോവാതിരിക്കുക. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദ ലാംഗ്വേജ്. അതിനുശേഷം മാത്രം, ബിക്കോസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ പുറകെ നടക്കാനും അതിന് ഇപ്പോൾ ചിലപ്പോൾ ടേംസും കാര്യങ്ങളും ലാംഗ്വേജും ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സെക്കൻഡ് ഹാൻഡാണ് ഏജൻസി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏജൻസി വലിയൊരു ഹ്യൂജ് എമൗണ്ട് വാങ്ങിച്ച് ഇത് വലിയൊരു സംഭവമാണ്, ഇത് വലിയൊരു അധോലോകമാണ്, ഏജൻസിക്കാർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന കുറേ അഡ്വർടൈസ്മെൻറ്റ്സും അങ്ങനെയൊരു സൊസൈറ്റി ആക്കി വെച്ചിരിക്കുകയാണ് നാട്ടിൽ. ബട്ട് ഇറ്റ്സ് റോങ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൗസ് ബിൽഡിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൈറ്റിൻ്റെ പേര് housebildung.de എന്നാണ്. അപ്പോൾ housebildung.de എന്നടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ബെറൂഫ് ഓഡ ഉണ്ടനേമൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഏത് ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മളവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലേഗെ ഫാക് മൻ അല്ലെങ്കിൽ ഫ്രൗ, അതായത് അതിന് നേഴ്സിൻ്റെ ജർമ്മനാണത്. അപ്പോൾ നമ്മൾ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നമുക്കതിനുള്ള ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ ഇവിടെ നമുക്കിങ്ങനെ ഒരു ലിസ്റ്റായിട്ട് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണാം. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഒരു കെയർ ഹോമാണ്. അതായത് നമ്മളിപ്പോൾ ജർമ്മനിൽ പറയുകയാണെങ്കിൽ ആൾട്ടൻഹൈം എന്ന് പറയും, സെന്യോറൻഹൈം. അപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് അപ്ലൈ നൗ വേണമെങ്കിൽ കൊടുക്കാം. അത് മാത്രമല്ല അവരുടെ ഡീറ്റെയിൽസ് അവന് താഴെ എഴുതിയിട്ടുണ്ടാവും, അവരെന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് സ്പെഷ്യലി അവരുടെ ട്രെയിനിങ് സാലറി, അതായത് നമ്മൾ പറയുന്ന സ്റ്റൈഫൻഡ് ഉണ്ടല്ലോ, അത് അവർ എഴുതിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറിലായിരിക്കില്ല, സെക്കൻഡ് ഇയർ. എപ്പോഴും ഓരോ ഇയർ കൂടുന്നതനുസരിച്ച് നമുക്ക് സ്റ്റൈഫൻഡ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അവരെന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഉള്ളത് എന്നൊക്കെ അവർ എഴുതി കാണിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർ വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമെയിൽ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇമെയിൽ അയക്കാനായിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ വേറൊരു സ്ഥലമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതൊരു ക്രാങ്കൻ ഹൗസ്. ഓക്കെ, ക്രാങ്കൻ ഹൗസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടുത്തെ ഒരു ഷൂളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളൊരു പേജ് എടുക്കുമ്പോൾ അത് ഇവിടെ ഇതേപോലെ ഒരു ഇമെയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഇമെയിൽ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CV അല്ലെങ്കിൽ ലേബൻസ്ലൗഫ്, മോട്ടിവേഷൻ ലെറ്റർ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ B2 സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ +2 അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് അയച്ചു കൊടുക്കാം. വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളത് നിങ്ങൾക്ക് അവർക്ക് മെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഫർദർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്, അവിടെയും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാം, അവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അവരോട് മെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂ കോളും കഴിഞ്ഞ് നമുക്ക് ഓഫർ ലെറ്ററൊക്കെ വന്ന് നമ്മൾ വരാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ പിക്കപ്പ് ചെയ്യോ, എങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫർദർ ഡോക്യുമെൻറ്റ്സ് ഞാൻ എന്തൊക്കെയാണ് അയക്കേണ്ടത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവർക്ക് അയക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് എന്താണെങ്കിലും നമുക്ക് മെയിൽ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഞാൻ മോസ്റ്റ്ലി സജസ്റ്റ് ചെയ്യുക വെബ്സൈറ്റ് വഴി, അതായത് ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാതെ മെയിൽ വഴി പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കാനാണ് ഞാൻ പേഴ്സണലി പറയുക. ബിക്കോസ് അവരിപ്പോൾ വെബ്സൈറ്റ് വഴി അയച്ചു കൊടുക്കുമ്പോൾ മേ ബി അവർ കാണാനുള്ള ചാൻസസ് കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മെയിലിൽ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ് എന്ന് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ നിങ്ങൾക്ക് പിക്ടോറിയലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ വിത്ത് സപ്പോർട്ട് ഓഫ് ഏജൻസീസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹൗ ടു അപ്ലൈ എ ലോൺ. ചില ഷൂളേസ് അല്ലെങ്കിൽ ചില ക്രാങ്കൻ ഹൗസ്, ആൾട്ടൻഹൈം, ഓൾഡ് ഏജ് ഹോംസ് ഒന്നും റിപ്ലൈ തരാറില്ല. അപ്പോൾ നമുക്കൊരു പേടിയാവും, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടാണോ ഇങ്ങനെ അബദ്ധം വന്നതെന്ന്. അപ്പോൾ അവിടെയാണ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏജൻസി ആകുമ്പോൾ അവരത് വൈറ്ററായിട്ട്, അതായത് അവർ അതിനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി സംഭവങ്ങൾ സെറ്റാക്കി തരും. അതിനാണ് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് 4 lakhs, 5 lakhs, 6 lakh ഒക്കെ കൊടുക്കുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ സ്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊരു പേടി, നമ്മുടെ കരിയർ ആണല്ലോ, പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഏജൻസിയെ സമീപിക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഇപ്പം നമുക്ക് ഹൗസ് ബിൽഡിംഗ് നമുക്കൊരു പ്ലാറ്റ്സ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ച് ഇപ്പം നമുക്ക് തന്നെ ഓൾഡ് ഏജ് ഹോമിലും നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രാങ്കൻ ഹൗസ്, അതായത് ഹോസ്പിറ്റലിലേക്കും നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിൽ പൊതുവേ ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന്, അതായത് അവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാനൊക്കെ പെട്ടെന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ഓൾഡ് ഏജ് ഹോമിലാണ് കിട്ടുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഹൗസ് ബിൽഡിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലുകൾ, വീടുകൾ ഒക്കെ നമ്മളിങ്ങനെ നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ 3 കൊല്ലം നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഓക്കെ, അതാലോചിച്ച് ആരും വിഷമിക്കേണ്ട. ചില ഷൂളേസ് അല്ലെങ്കിൽ ചില ക്രാങ്കൻ ഹൗസ്, ആൾട്ടൻഹൈം, ഓൾഡ് ഏജ് ഹോംസ് ഒന്നും റിപ്ലൈ തരാറില്ല. അപ്പോൾ നമുക്കൊരു പേടിയാവും, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടാണോ ഇങ്ങനെ അബദ്ധം വന്നതെന്ന്. അപ്പോൾ അവിടെയാണ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏജൻസി ആകുമ്പോൾ അവരത് വൈറ്ററായിട്ട്, അതായത് അവർ അതിനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി സംഭവങ്ങൾ സെറ്റാക്കി തരും. അതിനാണ് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് 4 lakhs, 5 lakhs, 6 lakh ഒക്കെ കൊടുക്കുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ സ്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊരു പേടി, നമ്മുടെ കരിയർ ആണല്ലോ, പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഏജൻസിയെ സമീപിക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഇപ്പം നമുക്ക് ഹൗസ് ബിൽഡിംഗ് നമുക്കൊരു പ്ലാറ്റ്സ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ച് ഇപ്പം നമുക്ക് തന്നെ ഓൾഡ് ഏജ് ഹോമിലും നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രാങ്കൻ ഹൗസ്, അതായത് ഹോസ്പിറ്റലിലേക്കും നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിൽ പൊതുവേ ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന്, അതായത് അവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാനൊക്കെ പെട്ടെന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ഓൾഡ് ഏജ് ഹോമിലാണ് കിട്ടുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഹൗസ് ബിൽഡിംഗ് തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ പ്രാക്ടിക്കൽസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലുകൾ, വീടുകൾ ഒക്കെ നമ്മളിങ്ങനെ നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ 3 കൊല്ലം നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഓക്കെ, അതാലോചിച്ച് ആരും വിഷമിക്കേണ്ട. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സദ്യക്ക് പായസം എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ആർബൈറ്റ് ഗേബർ നമുക്ക് അതായത് അവിടുത്തെ ഒരു ഹൈംലൈറ്റർ പ്ലസ് പേഡേൽ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് മോട്ടിവേഷനിൽ പറഞ്ഞിരിക്കുന്ന തള്ളൊക്കെ തന്നെയാണോ ഉള്ളതാണോ കൊച്ചേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്ററലി അവർ ഇൻ്റർവ്യൂ നടത്തുന്നത്. നമ്മൾ സ്മാർട്ടാണോ, നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ കിട്ടാത്ത ഒത്തിരി പേര് എനിക്കറിയാം. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോക്സ് നോവ അക്കാഡമിയുടെ പാർട്ടാണ് ഞാൻ. സോ വോക്സ് നോവയിൽ നമ്മൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസും സ്റ്റുഡൻസ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെയാണ് അവിടെ നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ നമ്മൾ അതിനുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ്റർവ്യൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ജർമ്മൻ ടീച്ചറിനെ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ പെട്ടെന്നൊരു ഇത്രയും കാലം ഇന്ത്യൻ ടീച്ചേഴ്സും നാട്ടിലുള്ളവരൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ യു ആർ സഡൻലി സീയിങ് സം ജർമ്മൻ ഫേസസ് ഫോർ യുവർ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഒരു പെട്ടെന്ന് കാണുന്ന ആ ഒരു പാനിക്കിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വി ആർ പ്രൊവൈഡിങ് ജർമ്മൻ നേറ്റീവ് സ്പീക്കേഴ്സ് ആക്ച്വലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റായി, പിന്നെ ഒന്നും നോക്കണ്ട. എത്തിയാഡ് ആയിക്കോട്ടെ, വിസ്താര ആയിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, നിങ്ങൾക്ക് പറക്കാം, അതെ ജർമ്മനിക്ക് വരാം. ഇതാണ് ആക്ച്വലി റിക്വയർമെൻറ്റ് ഓഫ് ഹൗസ് ബിൽഡിംഗ്. പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പോകും. ആക്ച്വലി ഇറ്റ്സ് സിമ്പിൾ. അൺലെസ് യു പാസ് യുവർ B1 അല്ലെങ്കിൽ B2 എക്സാം, ഇറ്റ്സ് ഗോണ ബി വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് പല ഏജൻസീസും കണ്ടിട്ടുണ്ട് A1 വെച്ച് വരെ ഹൗസ് ബിൽഡിംഗ്, A2 വെച്ച് വരെ നിങ്ങൾക്ക് ഇവിടെ വരാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്കാം നടത്തി ഇവിടെ വന്ന് ഔപ്പയറിന് വിടുന്ന സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇപ്പോഴും അന്നും ഇന്നും എന്നും എനിക്ക് പറയാനുള്ളത്, ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് യുവർ ജർമ്മൻ B1 അല്ലെങ്കിൽ B2 സർട്ടിഫിക്കറ്റ് വിത്ത് യു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു റിക്വയർമെൻറ്റ് ഓഫ് ഹൗസ് ബിൽഡിംഗ്. ഞാനിതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പോലും യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള സംഭവമാണ്. സോ ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ജർമ്മനീനെ പറ്റിയിട്ടുള്ള റിയാലിറ്റീസ്, ഇവിടെ ആൾക്കാർ, ഇവിടുത്തെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഇവിടുത്തെ പേർക്സ് ആയിക്കോട്ടെ, അതായത് ജർമ്മൻ ഭാഷ പറഞ്ഞ ഫോർട്ടൈൽ ആൻഡ് നാക്ടൈൽ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പൺ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 28th ജൂലൈ ആണ്. ഈ ഒരു വെബിനാറിന് നമ്മൾ ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള സ്റ്റുഡൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അതേപോലെ വേറെ ഗാസ്ട്രോണമിയുടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, ഒറ്റയ്ക്ക് മാസ്റ്റേഴ്സിന് ഇവിടെ അപ്ലൈ ചെയ്ത് വന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, രജിസ്റ്റേർഡ് നേഴ്സസ് ഉണ്ടാവും. അപ്പോൾ ഇത്തിരി ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള സ്റ്റുഡൻസിനെയും പ്രൊഫഷണൽസിനെയും നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാർ ഇരിക്കുന്നതോടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ റിയൽ ഈ ആൾക്കാരോട് സംസാരിക്കാനും സംവാദിക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. സോ യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലിയർ കട്ട് വേർഷൻ അല്ലെങ്കിൽ വിഷൻ ഓഫ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ജർമ്മനി, വാട്ട്സ് ഗോണ ബി ഹാപ്പനിങ് ഇൻ ജർമ്മനി വെൻ യു ആർ ബീങ് ഇൻ ജർമ്മനി. സോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഐ എം 100% ഷുവർ ദാറ്റ് ഇറ്റ്സ് ഗോണ ബി വർത്ത് ഇറ്റ്. സോ ഈ ഒരു വെബിനാറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഐ വിൽ ബി ഗിവിംഗ് ദ QR കോഡ് ഹിയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിന് നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ബാക്കി ആ വെബിനാറിൽ കാണാം, ഞാനും ഉണ്ടാവും വെബിനാറിന്. സെക്കൻഡ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദ റിയാലിറ്റി ഓഫ് ഹൗസ് ബിൽഡിംഗ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എൻ്റെ കരിയർ, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഒത്തിരി പേര് ചോദിക്കുന്നതാണ്, ചേച്ചി എന്താ ചെയ്യുന്നത് എന്താ ചേച്ചി പറയാത്തത് എന്നൊക്കെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടും റിയാലിറ്റീനെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ഞാൻ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഷോ സം ലവ് ആൻഡ് ലൈക്സ്. സോ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ വീഡിയോയിൽ കാണാം. അതെന്തായാലും കാണണം. ഈ വീഡിയോ എന്തായാലും കാണണം. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ അതിനപ്പുറം കാണണം. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് വിശക്കുന്നു എന്ന് തോന്നുന്നു. ഞാൻ പോയി കമ്മലൊക്കെ ഊരി വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് സെക്കൻഡ് വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഡു ഷെയർ ഗൈസ്, ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം.